വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ സുഗതനെ 6 മാസത്തേക്ക് ഈ കൗൺസിൽ യോഗത്തിൽ ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ശബരിനാഥന് മൈക്ക് കൊടുക്കും. ശബരിനാഥന് മൈക്ക് കൊടുക്കും. ശബരിനാഥന് മൈക്ക് കൊടുക്കും. അല്ല, ശബരിനാഥന് മൈക്ക്. ഞാൻ ഇവിടെ വന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, സുഗതൻ എന്ന് പറഞ്ഞാൽ എന്നോടൊപ്പം കൗൺസിലിൽ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഇപ്പം നടന്നിരിക്കുന്ന പ്രശ്നം കോടതിയാണ് അത് പരിഹരിക്കാനുള്ളത്. 51 കൗൺസിലർമാർ അംഗീകരിച്ച സ്ഥിതിക്ക് മേയറുടെ കാസ്റ്റിംഗ് ഔട്ട് ഉൾപ്പെടെ പൗണ്ട് കടവ് വാർഡ് കൗൺസിലർ സുധീഷ് ഉൾപ്പെടെ ഈ അവധി അപേക്ഷയെ അംഗീകരിച്ച സാഹചര്യത്തിൽ സുഗതനെ കൗൺസിലിൽ ഹാജരാകുന്നതിൽ നിന്നും 6 മാസത്തേക്ക് സുഗതനെ ഒഴിവാക്കിയിരിക്കുന്നു. ഒരു കൗൺസിലിനെ ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് എപ്പോഴും അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് പോകുന്നത് ശരിയായ നടപടിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. UDF സർക്കാരിന്റെ സർക്കുലർ, ശബരിനാഥൻ UDF സർക്കാരിന്റെ സർക്കുലർ കേൾക്കണം. ഞാൻ ഒരുപാട് നാൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിന് ഞാൻ കേട്ടായിരുന്നു. ഞാൻ എൻ്റെ വൈഫും കൂടെ വീട്ടിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ചാക്കിൽ പണം വന്നതും ലോറിയിൽ പണം വന്നതൊക്കെ സാമ്പത്തികമായി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റ് ടൈമിലെ നിലപാടുകളൊക്കെ എടുക്കായിരുന്നു. കാപ്പ കേസിലെ പ്രതിയായും അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ച് നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് കാപ്പ കേസിലായതെന്നും ഏത് സാഹചര്യത്തിലായെന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. അത് അതിൻ്റെ നിയമവഴിക്ക് നടന്നോട്ടെ. ഇതിൻ്റെ പേരിൽ ഇവിടെ വന്ന് ഒരു സുഗതനല്ല ഇവിടെ വിഷയം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് കോർപ്പറേഷൻ്റെ സാമ്പത്തികമായിട്ടും ഫണ്ടുകൾ വെട്ടിക്കുറച്ചുകൊണ്ട് കോർപ്പറേഷൻ്റെ പ്രവർത്തനം തന്നെ അവതളത്തിലാക്കുന്ന ഒരവസ്ഥ. അതിനെക്കുറിച്ചാണ് പ്രതിപക്ഷം സംസാരിക്കാനുള്ളത്. അല്ലെ, സുഗതനല്ല ഇവിടുത്തെ ഒരു വിഷയം. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിൽ യോഗം ഇന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങളും ഉറ്റുനോക്കുകയാണ്. കാരണം കാപ്പ കേസിൽ അകപ്പെട്ട് വാഴോട്ടുകോണം വാർഡ് കൗൺസിലറായ സുഗതൻ അഴിക്കുള്ളിൽ കഴിയുകയാണ്. എങ്ങനെയാണ് BJP ഭൂരിപക്ഷം തികയ്ക്കുക എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. എന്നാൽ ഇവിടെ മറ്റൊരു സ്വതന്ത്രൻ കൂടി ഇപ്പോൾ എവിടെയും ചായാതെ, എങ്ങോട്ടും ചായാതെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നഗരസഭയിൽ ഈ പൗണ്ട് കടവ് വാർഡ് കൗൺസിലറായ സുധീഷ് BJPക്ക് പിന്തുണ പ്രഖ്യാപിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. എന്തായാലും ഈ ഒരു നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പൊടുന്നനെ പൗണ്ട് കോണം വാർഡ് കൗൺസിലറായ സുധീഷ് BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അദ്ദേഹം വ്യക്തമാക്കുന്നത്, അതായത് BJPക്കല്ല പിന്തുണ പ്രഖ്യാപിക്കുന്നത്, സുഗതനില്ലാത്തത് കൊണ്ട് സുഗതന് വേണ്ടി പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും അപ്രതീക്ഷിതമായാണ് ഇത്തരത്തിലൊരു പിന്തുണ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നഗരസഭയിൽ ഉണ്ടായത് അപ്രതീക്ഷിതമായ സംഭവം തന്നെയാണ്. ആ ദൃശ്യങ്ങളിലേക്ക്. ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ ലീവ് അറിയിച്ചിട്ടുള്ളത് വാഴോട്ടുകോണം കൗൺസിലർ സുഗതൻ വിയ്യൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് മുഖേന അദ്ദേഹത്തിന് ഹാജരാകാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ ആക്ട് പ്രകാരം അദ്ദേഹത്തിന് 6 മാസത്തേക്ക് കൗൺസിലിൽ ഹാജരാകാൻ സാധിക്കില്ല എന്ന കാര്യം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് അദ്ദേഹത്തിന്റെ ഹാജരാകാതിരിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ ആവശ്യം ഈ കൗൺസിൽ യോഗം അംഗീകരിക്കുകയാണ്. നമ്മുടെ അവധി അപേക്ഷയുടെ കാര്യങ്ങൾ അതിലേക്ക് വരാം. അല്ല, അവർ പറഞ്ഞല്ലോ, അവധി അപേക്ഷ പറഞ്ഞല്ലോ. ഞാൻ അതിനകത്ത് എന്റെ അഭിപ്രായം, ഞങ്ങളുടെ അത് ഞാൻ പറയാം. രണ്ടാമത് ഞാൻ അവധി അപേക്ഷയുടെ കാര്യങ്ങളിൽ അതിലോട്ട് വരാം. അല്ല, ശബരിനാഥന് മൈക്ക് കൊടുക്കും. ശബരിനാഥന് മൈക്ക് കൊടുക്കും. ഇല്ല, ഇപ്പൊ ശബരിനാഥന് മൈക്ക് കൊടുക്കും. അല്ല, ശബരിനാഥന് മൈക്ക് കൊടുക്കും. ഇത് പറയാൻ മൈക്ക് ദീപകിനല്ല, ശബരിനാഥന് മൈക്ക് കൊടുക്കും. ശബരിനാഥ് സംസാരിക്കണ്ടോ? ലാഭിഷം പറയട്ടെ. ഈ അവധി അപേക്ഷ അംഗീകരിക്കാൻ താല്പര്യമുള്ളവർ, അവധി അപേക്ഷ അംഗീകരിക്കുന്നവർ കൈ ഉയർത്തണം. ആദ്യം പറഞ്ഞ ഓഫീസിന്റെ അവധി അപേക്ഷ അംഗീകരിക്കുന്നവർ കൈ ഉയർത്തണം. സുധീഷ്, പൗണ്ട് കടവ് വാർഡ് കൗൺസിലർ സുധീഷ് 1. ഇവിടെ ഇടപെടലുണ്ട്. ഏത് വകുപ്പ് പ്രകാരമാണ് കാസ്റ്റിംഗ് ഉൾപ്പെടെ മുനിസിപ്പാലിറ്റി ഏത് വകുപ്പിലാണ്? ദീപകിന്റെ ശബരിയുടെ മൈക്ക് ഓഫ് ചെയ്യൂ. പൗണ്ട് കടവ് വാർഡ് കൗൺസിലർ സുധീഷ് ഉൾപ്പെടെ 51 പേർ ഈ അവധി അപേക്ഷയെ പിന്താങ്ങിയിരിക്കുന്നു. മേയറുടെ കാസ്റ്റിംഗ് ഉൾപ്പെടെ വിനിയോഗിച്ചിരിക്കുന്നു. വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ സുഗതനെ 6 മാസത്തേക്ക് ഈ കൗൺസിൽ യോഗത്തിൽ ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. കൗൺസിൽ അംഗങ്ങളുടെയും മാധ്യമപ്രവർത്തകരുടെയും ശ്രദ്ധയ്ക്ക് പറയാം. സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉത്തരവ് കൂടിയുണ്ട്, അതുകൂടി വായിച്ചേക്ക് പറയാം. സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉത്തരവ് നിങ്ങൾ കേൾക്കണം. സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉത്തരവ് കൂടിയുണ്ട്. 51 കൗൺസിലർമാർ അംഗീകരിച്ച സ്ഥിതിക്ക് മേയറുടെ കാസ്റ്റിംഗ് ഔട്ട് ഉൾപ്പെടെ പൗണ്ട് കടവ് വാർഡ് കൗൺസിലർ സുധീഷ് ഉൾപ്പെടെ ഈ അവധി അപേക്ഷയെ അംഗീകരിച്ച സാഹചര്യത്തിൽ സുഗതനെ
കൗൺസിലിൽ ഹാജരാകുന്നതിൽ നിന്നും 6 മാസത്തേക്ക് സുഗതനെ ഒഴിവാക്കിയിരിക്കുന്നു. അടുത്ത കാര്യം, മാധ്യമപ്രവർത്തനം കൗൺസിലർമാരെ ശ്രദ്ധിക്കണം. സംസ്ഥാന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് 20/7/2026 പുറപ്പെടുവിച്ച സർക്കുലർ വായിക്കുകയാണ്. സുഗതന് ഞാൻ പറയാം, ശബരിനാഥൻ UDF സർക്കാരിന്റെ സർക്കുലർ, ശബരിനാഥൻ UDF സർക്കാരിന്റെ സർക്കുലർ കേൾക്കണം. ശബരിനാഥൻ അങ്ങ് UDF നേതാവാണെങ്കിൽ അങ്ങയുടെ സർക്കാരിന്റെ സർക്കുലർ ഒന്ന് കേൾക്കണം. അതായത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കൗൺസിൽ യോഗത്തിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വിയ്യൂർ ജയിൽ സൂപ്രണ്ടിന് സുഗതൻ കൊടുത്തിരുന്ന അപേക്ഷയിൽ സംസ്ഥാന സർക്കാരിലേക്ക് അയച്ചു. ആ അപേക്ഷയിൽ സംസ്ഥാന സർക്കാരിന്റെ മറുപടി സൂചനയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിൽ യോഗങ്ങൾ പങ്കെടുക്കുന്നതിനായി എസ്കോർട്ട് പരോൾ അനുവദിക്കണമെന്ന താങ്കളുടെ കത്തിലെ ആവശ്യം സർക്കാർ നിരസിച്ചിരുന്നു. മേൽ സാഹചര്യത്തിൽ കോർപ്പറേഷൻ കൗൺസിൽ യോഗ നടപടിക്രമങ്ങളിലും മറ്റും താങ്കൾക്ക് നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കില്ലെങ്കിലും താങ്കളുടെ കൗൺസിലർ സ്ഥാനത്തിന് അയോഗ്യത വരാതിരിക്കാൻ ജയിൽ സൂപ്രണ്ട് മുഖേന തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലിന് അപേക്ഷ സമർപ്പിക്കാൻ താങ്കൾക്ക് അനുവാദമുണ്ടായിരിക്കുന്നതാണ്. മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ച് കോർപ്പറേഷൻ കൗൺസിൽ ഈ അവധി അപേക്ഷ വോട്ടിനിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ താങ്കളുടെ കൗൺസിൽ സ്ഥാനം സുരക്ഷിതമായിരിക്കുമെന്ന് അറിയിക്കുന്നു. ഇത് സംസ്ഥാന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് 2026 7 മാസം 2-ാം തീയതി പുറപ്പെടുവിച്ച സർക്കുലറാണ്. സുഗതന് ഹാജരാവാതിരിക്കാൻ വേണ്ടി അപേക്ഷ സമർപ്പിക്കാമെന്ന് ശബരിനാഥ UDF സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ സർക്കുലറാണ്. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. തൃശൂർ ജയിൽ സൂപ്രണ്ട് മുഖാന്തരമാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഈ കൗൺസിൽ യോഗം കഴിയുമ്പോഴേക്കും മാധ്യമങ്ങൾക്ക് ഇതിന്റെ കോപ്പി തരുന്നതാണ്. കൗൺസിൽ യോഗം അടുത്ത അജണ്ടകളിലേക്ക് കടക്കുകയാണ്. ഞാൻ ഇവിടെ വന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, സുഗതൻ എന്ന് പറഞ്ഞാൽ എന്നോടൊപ്പം കൗൺസിലിൽ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പം നടന്നിരിക്കുന്ന പ്രശ്നം കോടതിയാണ് അത് പരിഹരിക്കാനുള്ളത്. അദ്ദേഹം ഒരു ലീവ് ആപ്ലിക്കേഷൻ പറയുമ്പോഴത്തേക്കും അതിനെ മുന്നോട്ട് വെച്ചുകൊണ്ട് അതിന് അംഗീകരിക്കണമെന്നുള്ള നിലപാടാണ് ഞാൻ പറയുന്നത്. ഈ പ്രതിപക്ഷത്തോട് ഞാൻ ആവശ്യപ്പെടുന്നതാണ്, നിയമ നടപടികൾ വരട്ടെ. നിയമ നടപടികൾ വരുന്ന സമയത്ത് ആ സമയത്താണ് തീരുമാനം എടുക്കാനുള്ളത്. ഒരു കൗൺസിലിനെ ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് എപ്പോഴും അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് പോകുന്നത് ശരിയായ നടപടിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. UDF സ്വതന്ത്രം നിങ്ങൾ പറയുന്നതാണ് UDF സ്വതന്ത്രനാണ്. ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത് എൻ്റെ ഇടതുപക്ഷത്തിലാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത്. എന്നെ അതിനുശേഷമുള്ള എൻ്റെ പ്രവർത്തനം കോൺഗ്രസ് ആണ്. ഞാൻ കോൺഗ്രസ് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്ന സമയത്ത് എനിക്കുണ്ടായ അന്നുള്ള പ്രശ്നത്തിന് പുറത്താണ് ഞാൻ സ്വതന്ത്രനായിട്ട് വരുന്നത്. അത് UDF സ്വതന്ത്രൻ എന്നത് നിങ്ങൾ ഉച്ചരിക്കുന്ന വാക്കുകളാണ്. കാപ്പ കേസിലെ പ്രതിയായും അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ച് നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് കാപ്പ കേസിലായതും ഏത് സാഹചര്യത്തിലായെന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. അത് അതിൻ്റെ നിയമവഴിക്ക് നടന്നോട്ടെ. ഇപ്പോൾ ഒരു അപേക്ഷ വരുമ്പോൾ ഒരു കൗൺസിലറിനെ അദ്ദേഹം ഇലക്റ്റഡായി വന്നതാണ്. ആരും കൊണ്ട് വെറുതെ പേരെഴുതി വെച്ചിട്ടുള്ളതല്ല. ഞാൻ ഈ പറയുന്ന നാളെ എനിക്കിതൊരു അവസരം വന്നു കഴിഞ്ഞാൽ അത് ക്രിയേറ്റ് ചെയ്ത് കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഇതുപോലെ തന്നെ പ്രതികരിക്കണമെന്നാണ്. ആരായിരുന്നാലും കൂടെ നിന്ന് സഹായിക്കണമെന്നുള്ളതാണ്. അല്ലേ, സുഗതന്റെ ആവശ്യമാണല്ലോ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. BJP ഇനിയിപ്പോൾ നാളെ ഒരു ദോഷമായ കാര്യം വരെ ഞാൻ റിയാക്ട് ചെയ്യും. അത് വേറെ കാര്യം. അത് അതെ 52 ഉണ്ട്. ഇപ്പോൾ 51 ഉണ്ടായിരുന്നു. സുഗതൻ വീട്ടിൽ പോയപ്പോഴത്തെ 51 ഉണ്ടായിരുന്നു. എന്തോ മാറ്റം അത് ആവശ്യമായിരുന്നു എന്ന് തോന്നി. എന്താണ് കാരണം? എന്താണെന്ന് തോന്നുന്നത് കൗൺസിൽ നന്നായി നടക്കണം. കൗൺസിൽ നടക്കണം. ഇത് എന്നും വന്ന് ഇതിന്റെ പേരിൽ ഇവിടെ വന്ന് ഒരു സുഗതനല്ല ഇവിടെ വിഷയം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് കോർപ്പറേഷന്റെ സാമ്പത്തികമായിട്ടും ഫണ്ടുകൾ വെട്ടിക്കുറച്ചുകൊണ്ട് കോർപ്പറേഷന്റെ പ്രവർത്തനം തന്നെ അവതളത്തിലാക്കുന്ന ഒരു അവസ്ഥ. അതിനെക്കുറിച്ചാണ് പ്രതിപക്ഷം സംസാരിക്കാനുള്ളത്. അല്ലെ, സുഗതനല്ല ഇവിടുത്തെ ഒരു വിഷയം. സുഗതന്റെ കാര്യം പറഞ്ഞുകൊണ്ടല്ല ഇവിടെ നമ്മൾ പ്രതിഷേധിക്കേണ്ടത്. എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാനുണ്ട്. ഈ കോർപ്പറേഷന്റെ എന്തെല്ലാം പ്രശ്നങ്ങൾ കൂട്ടായി ചർച്ച ചെയ്യാനുണ്ട്. ആ ചർച്ച ചെയ്തതിലൂടെയാണ് പ്രതിപക്ഷത്തിന്റെ കഴിവ് തെളിയിക്കാനുള്ളത്. അല്ലാണ്ട് ഒരു സുഗതന്റെ ഒരു വിഷയം പറഞ്ഞ് ഈ കോർപ്പറേഷനെ തള്ളിയിടാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് തെറ്റായി കീഴ്വഴക്കണമെന്ന് ഭൂരിപക്ഷം ജനങ്ങൾ കൊടുത്തതല്ലേ. ഭൂരിപക്ഷമുള്ളവർ ഭരിക്കട്ടെ. അവർ തെറ്റ് കാണിക്കുമ്പോഴത്തേക്ക് റിയാക്ട് ചെയ്യേണ്ട സമയത്ത് റിയാക്ട് ചെയ്യണം. അത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ BJP എങ്ങനെയാ സുഗതന് ശേഷം നല്ല കാര്യം ചെയ്താൽ
അവരുടെ കൂടെ നിൽക്കും, തെറ്റ് ചെയ്താൽ റിയാക്ട് ചെയ്യും. അതാണ് നിലപാട്. 5 വർഷം തേക്കേണ്ടത് നിങ്ങളുടെ കൂടി ആവശ്യമാണോ? പിന്നെ ഞാൻ എൻ്റെ വാർഡിനെ നിലനിർത്തി വരുമ്പോഴത്തേക്ക് ഈ കൗൺസിൽ നിൽക്കേണ്ട ആവശ്യം എനിക്കുണ്ടല്ലോ. എൻ്റെ വാർഡിൻ്റെ പ്രവർത്തനങ്ങൾ എനിക്ക് മുൻകൈ എടുത്ത് നടത്തേണ്ടതായിട്ടുണ്ട്. 5 വർഷം അതെ. അവരെ കൂടെ നിൽക്കുന്നത് ഞാൻ ആരുടെ അടുത്ത് ഉറപ്പ് കൊടുത്തിട്ടില്ല പറയാം. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചോദിക്കുന്നതിന് മറുപടിയാണ് പറയുന്നത്. അതിനിടയിൽ കയറി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് വേറെ കൺവേർട്ട് ചെയ്തു പോകും. അതുകൊണ്ട് പറയുന്നതാണ് 5 വർഷത്തെയുള്ള ഞാൻ ആർക്കും ഉറപ്പ് കൊടുത്തിട്ടല്ല പറഞ്ഞു. ഇന്ന് നടന്നതിനുള്ള പിന്തുണയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ആ പിന്തുണ ഒരു കൗൺസിലർ എന്ന രീതിയിൽ എനിക്ക് അതിനൊരു ബാധ്യതയുണ്ടെന്നുള്ള രീതിയിലാണ് ഞാൻ പ്രതികരിക്കുന്നത്. അത്രയേ ഉള്ളൂ. അവരെ ഇതുവരെയ്ക്ക് എന്നോടൊപ്പം സംസാരിച്ചല്ലോ. ഞാൻ അവരുടെ അടുത്ത് ചർച്ച ചെയ്തിട്ടല്ലോ ഈ കാര്യം ഇവിടെ ഞാൻ ഇന്ന് ചെയ്തു. ഇത് എൻ്റെ വ്യക്തിപരമായ തീരുമാനത്തിൽ ഒരു കൗൺസിലർ എന്ന രീതിയിൽ റിയാക്ട് ചെയ്യേണ്ട കാര്യം റിയാക്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. കൗൺസിലറല്ലേ, ഇതിന് ലീവ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ ആ ലീവിന് ഒരു അവസരം കൊടുക്കണമെന്നുള്ളതാണ് ഞാൻ ഇത് സൂചിപ്പിച്ചിരിക്കുന്നത്. അതാണ് പിന്തുണയ്ക്കേണ്ടത് കാര്യം. നാടിൻ്റെ വികസനം അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനം ഈ കൗൺസിൽ ഏതാണ്ട് 1 മാസത്തോളമായിട്ട് നേരെ കൂടാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ സുഗതൻ്റെ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എന്നും ഇങ്ങനെ ഇതിൻ്റെ ഒരു പേര് പറഞ്ഞ് കൗൺസിലിൻ്റെ ചർച്ച ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളൊന്നും ചർച്ചയ്ക്ക് വരാതെ സുഗതൻ എന്നുള്ള ഒരു വ്യക്തിയെ വെച്ചിട്ട് സുഗതൻ്റെ വിഷയം കോടതിയിൽ പരിഗണിക്കും. അത് ആ നിലപാട് നമുക്കൊന്നും തിരുത്താൻ പറ്റില്ല. കോടതിയെ ധിക്കരിക്കാനോ നമുക്ക് പറ്റത്തില്ല. അത് അതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ. സുഗതൻ്റെ വിഷയമാണല്ലോ ഇന്നിവിടെ ചർച്ച ചെയ്തത്. ഞാൻ ചോദിക്കുന്ന സഹോദരി, അതായത് നമുക്ക് നല്ല ചെയ്യുന്നതോടൊപ്പം നിൽക്കണം. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൗൺസിലർ എന്നല്ല ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ളത് റിയാക്ട് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യണം. ആ നിലപാട് ഒരു കൗൺസിലർ എന്ന രീതിയിൽ ഞാൻ ആ സമയങ്ങളിലൊക്കെ പ്രതികരിക്കും. അതെ, വ്യക്തിപരമായി കൗൺസിലർ എന്ന രീതിയിൽ ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്ന പിന്തുണയാണ്. ഞാൻ കൊടുക്കുന്നത് സുഗതനാണ്. അതിൻ്റെ ചിലപ്പോൾ ഗുണം വരുന്നത് ആർക്കായിരിക്കും? BJPക്ക്. അതങ്ങനെ കൺവേർട്ട് ചെയ്ത് കണ്ടാൽ മതി. ആരായിട്ടാണ്? ഇല്ല, സുഗതനായിട്ട് എനിക്ക് കണക്ഷനുണ്ട്. ആ രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ. അത്രയേ ഉള്ളൂ. അത് പറഞ്ഞത് എന്തോ BJP ആയിട്ട് എനിക്ക് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനിതിപ്പോൾ അവരുടെ അടുത്ത് സംസാരിച്ചിട്ട് പറയേണ്ട കാര്യം എനിക്കില്ല. സുഗതനല്ലല്ലോ, ഞാൻ സുഗതനെ സംസാരിച്ചെന്നാണോ ഞാൻ പറഞ്ഞത്? സുഗതനെ പറ്റി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ എന്നോടൊപ്പം സംസാരിച്ചിട്ടുണ്ട്. അതെനിക്കറിയില്ല. അവർ സംസാരിച്ച ആൾ പാർട്ടിയാണോ കുടുംബമാണോ എന്നുള്ളത് സംസാരിച്ചിട്ട് പറയാം. ഇനിയിപ്പോൾ മറ്റ് ആരോപണങ്ങളൊക്കെ വരും, പണം കൊടുത്ത് ചാക്കിലാക്കി BJP. അത് ഞാൻ ഒരുപാട് നാൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിന് ഞാൻ കേട്ടായിരുന്നു. ഞാൻ എൻ്റെ വൈഫും കൂടെ വീട്ടിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ചാക്കിൽ പണം വന്നതും ലോറിയിൽ പണം വന്നതും ഒക്കെ. സാമ്പത്തികമായി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റ് ടൈമിലെ നിലപാടുകളൊക്കെ എടുക്കായിരുന്നു. അതൊന്നുമല്ല, ഇത് എൻ്റെ ആദർശവും എൻ്റെ ഉദ്ദേശശുദ്ധിയോടൊപ്പം ഞാൻ നിൽക്കുന്നതാണ്. അതായത് ഒരു ജനപ്രതിനിധി എന്നുള്ള കാര്യത്തിലുള്ള ആ ഒരു തീരുമാനം മാത്രം. അത്രയേ ഉള്ളൂ. എന്തായാലും സ്വതന്ത്ര കൗൺസിലറായ പൗണ്ട് കടവ് കൗൺസിലർ കൂടിയായ സുധീഷ് ഈ സുഗതന് അല്ലെങ്കിൽ BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ കോൺഗ്രസ് കൗൺസിലർമാർ ചോദിക്കുന്നുണ്ട് സുധീഷിനോട് എന്ത് പണിയാണ് കാണിച്ചത് എന്നെല്ലാം തന്നെ. എന്തായാലും ഈ ഒരു സംഭവങ്ങളെല്ലാം തന്നെ നടക്കുന്ന വേളയിൽ തന്നെയാണ് CPM കൗൺസിലർമാർ സുഗതൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ കൗൺസിലിൻ്റെ തളത്തിൽ ഇറങ്ങിക്കൊണ്ട് പ്രതിഷേധം ഘടിപ്പിച്ചതും. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.